വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി മരിച്ചിട്ട് ഇന്ന് 1 വർഷം. സർക്കാർ നടപടികൾ ഇല്ലെന്നിരിക്കെ കോളേജുകളിൽ റാഗിംഗ് ഇപ്പോഴും തുടരുകയാണ്. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രതികളായ വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനുള്ള അനുമതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്. ഇതിന് സഹായവുമായി ഇടത് നേതാക്കളുമുണ്ട്. സിദ്ധാർത്ഥന് നേരെ SFI നടത്തിയ ക്രൂരത ലോകത്തെ അറിയിച്ചത് ജനം ടിവിയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ SFI വിദ്യാർത്ഥി സംഘം റാഗിങ്ങിന് വിധേയമാക്കി കൊല ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷമാകുന്നു. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥൻ കോളേജ് ഹോസ്റ്റലിൽ മരണപ്പെട്ടതായി കണ്ടത്. ഇതിനെ തുടർന്ന് 17 വിദ്യാർത്ഥികളെ സർവകലാശാലയിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് നീക്കി. VC-യെയും പുറത്താക്കി. കോളേജിന്റെ ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് റിട്ടയർഡ് ജസ്റ്റിസ് ഹരീന്ദ്രനാഥിനെ നിയോഗിച്ചു. അദ്ദേഹം 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ചാൻസലർ എന്ന നിലയിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയെടുത്താണ് ഈ നടപടികൾ കൈക്കൊണ്ടത്. സിദ്ധാർത്ഥന് നേരെ SFI നടത്തിയ ക്രൂരത ജനം അറിഞ്ഞത് ജനം ടിവിയിലൂടെയാണ്. എന്നാൽ ഇതിനകം പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിപ്പിക്കാനും പരീക്ഷ എഴുതാൻ അനുവദിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകാൻ തയ്യാറായെങ്കിലും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നൽകിയ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാനായില്ല. മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ്. ഉന്നത CPM നേതാക്കൾ ഇടപെട്ടാണ് SFI-ക്കാരായ പ്രതികളെ സംരക്ഷിച്ചതും. 100ഓളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് വെള്ളം പോലും കുടിക്കാൻ നൽകാതെ 3 ദിവസം പീഡിപ്പിച്ചാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത്. സിദ്ധാർത്ഥന്റെ വിയോഗത്തിന് 1 വർഷം തികയുമ്പോൾ കോട്ടയത്ത് വീണ്ടും ക്രൂരമായ റാഗിംഗ് ആവർത്തിക്കുന്നു. പ്രാഥമികമായി 7 ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ ദേശീയ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും CBI അന്വേഷണത്തിലായതുകൊണ്ട് സാമ്പത്തിക സഹായം നൽകാനാകില്ലെന്ന വിചിത്രമായ ന്യായമാണ് സർക്കാരിന്റേത്. SFI പ്രതിക്കൂട്ടിലായ 1 വർഷത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിനോട് സർക്കാരിനുള്ള ഈ വിയോജിപ്പാണ് ഇവിടെയും പ്രകടമാകുന്നത്. കൂടാതെ ആവർത്തിക്കുന്ന റാഗിംഗ് പരമ്പരയും. ജനം, തിരുവനന്തപുരം.